Dr. V.P. Gangadharan. Welcome to Walk With Me. I'm Malvika Mohan. Thank you. Nice meeting you. Thank you for spending some time with us, Doctor. I know you have a very busy schedule. So, Doctor, Thodakathila, I want to ask you, what inspired you to become a doctor, and also what led you to choose oncology as your specialty? You want in English or in Malayalam? Whatever you're comfortable with, Doctor. In fact, I have never been inspired by or never ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ടില്ല ഡോക്ടർ ആവണമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എന്താ വെച്ചാൽ അന്നൊന്നും ഇപ്പോഴത്തെ പോലെ ജനിച്ച് വീഴുമ്പോഴേ ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ ഡോക്ടർ ആവാൻ പോകുന്നു അങ്ങനെ ആരും ആലോചിക്കാറില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ് പഠിക്കണം, 4 കഴിയുമ്പോൾ 5 പഠിക്കണം. അതിനപ്പുറത്തേക്കും ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും നമുക്ക് പ്ലാനൊന്നുമില്ല, അങ്ങനെ പ്ലാനേ ഇല്ല. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ദേഷ്യം പഠിക്കുന്ന സമയത്ത് ബയോളജി ആയിരുന്നു. ആണോ? ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് കണക്കാണ്, മാത്സ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പോയി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. 10th കഴിഞ്ഞു, 12th അന്ന് 12th അല്ല, പ്രീ ഡിഗ്രിയാണ്. അതും കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ഏജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ LKG UKG 1, 2 ഒന്നും പഠിച്ചിട്ടില്ല. 5 വയസ്സിൽ 3ാം ക്ലാസ്. അപ്പം 17 years കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 15 ഒക്കെ ആയപ്പോഴത്തേക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പം ഞാൻ BSc പോയി. BSc പോയപ്പോൾ ഞാൻ കെമിസ്ട്രി ജോയിൻ ചെയ്തു. കെമിസ്ട്രി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെക്കേഷൻ പീരീഡിലാണ്. അപ്പം അച്ഛൻ്റെ ബിസിനസ് പ്രിന്റിങ് ഫാക്ടറി, ഡൈയിങ് ഫാക്ടറി. അപ്പോൾ അച്ഛൻ തോന്നുന്നത് ഐ വിൽ ബി ജോയിനിങ് ബിസിനസ്സിൽ. ഞാൻ കെമിസ്ട്രി ഒക്കെയാണ്. അങ്ങനെ പോയി വെക്കേഷൻ ജോയിൻ ചെയ്തപ്പം MBBS അപ്ലൈ ചെയ്തു. അന്ന് ഇതുപോലെ എൻട്രൻസ് ഒന്നുമില്ല, ബേസ്ഡ് ഓൺ യുവർ മാർക്സ്. അത് കഴിഞ്ഞ് സെലക്ഷൻ വന്നപ്പോൾ സെലക്ഷൻ കിട്ടി. അപ്പോഴാണ് ഡയലമ സ്റ്റാർട്ട് ചെയ്യുന്നത്, MBBS പോണോ അതോ പോകേണ്ടതെന്ന്. അച്ഛൻ പറഞ്ഞു യുവർ ചോയ്സ്, ഇഫ് യു വാണ്ട് ടു ഗോ യു ഗോ. ബയോളജി എന്ന കാര്യം വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ പറയും SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവര് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കും. ബാക്കി അത് കഴിഞ്ഞിട്ട് തേർഡ് ഗ്രൂപ്പിലേക്കൊക്കെ പോകുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും SLCക്ക് റീസണബിളി നല്ല മാർക്ക് കിട്ടിയപ്പോഴത്തേക്കും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. എന്തിനാണ് എടുക്കുന്നതെന്നോ എവിടെ എടുക്കുന്നതെന്നോ ചോദിച്ചു ആര് ചോദിച്ചു. അതേ പറഞ്ഞു, അന്നും നമ്മുടെ മുമ്പിൽ MBBS എന്നുള്ള സ്വപ്നം നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ പോയി എടുത്താ. അത് രസം എന്താണെന്ന് വെച്ചാല് അന്ന് +2 നമ്മൾ പ്രീ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ഇല്ല, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ BSc കെമിസ്ട്രിക്ക് വരുമ്പോൾ മാത്സ് ആണ് എൻ്റെ സബ്. നമ്മൾ 2 വർഷത്തെ ഗ്യാപ്പിലാണ്. പക്ഷെ എനിക്ക് അപ്പോഴും ഏറ്റവും ഇഷ്ടം മാത്സ് ആണ്. അങ്ങനെ പോയി ഇതിൽ ഈ സെലക്ഷൻ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് സമയപ്പോഴാണ് അന്നാണ് ഫസ്റ്റ് ടൈം അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞു ജോയിൻ ചെയ്യണം, MBBS ജോയിൻ ചെയ്യണം. അപ്പോൾ അമ്മ ഒരു കാരണം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അതായത് അമ്മയുടെ മൂത്ത ബ്രദർ, he was Dr. Gangadharan. But he passed away. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ മരിച്ചു. അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നും അങ്ങനെ പോകണമെന്നൊക്കെ ഫസ്റ്റ് ടൈം അമ്മ ഡിസ്ക്ലോസ് ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. അച്ഛൻ പറഞ്ഞു ചോയ്സ് പറഞ്ഞു. അങ്ങനെയാണ് MBBS പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ആരെയും ചോദിക്കുകയാണെങ്കിൽ എന്ന് MBBS ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഗിവൺ എ ചോയ്സ്. കുട്ടിക്കാലത്തെ ഞാൻ എന്താവാൻ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കുമ്പോഴാണെങ്കിൽ, നമ്മൾ കുട്ടിക്കാലത്തെ കഥകളും ഫിക്ഷനൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് റെയിൽവേ ഗൈഡായിരുന്നു. അതായത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പോകുന്ന ട്രെയിനാണ്. ലോക്കോമോട്ടീവ് എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം? അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ദുരാഗ്രഹമൊന്നുമില്ല. ആഗ്രഹം എന്തായാലും വെച്ചാല് ട്രെയിനിലെ ഗാർഡ് ആവണമെന്നായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ട്രെയിനിലെ ഗാർഡ് മറ്റേ പച്ചക്കൊടി കാണിക്കുക, അത് ഇതുപോലെ ലൈറ്റ് ഒന്നുമില്ല, പച്ചക്കൊടി കാണിക്കുമ്പോൾ ട്രെയിൻ പോവുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ലോകം മുഴുവൻ കാണാം ഇങ്ങനെ ട്രെയിൻ, അതൊക്കെയാണ് നമ്മുടെ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കുന്ന എല്ലാം അന്ന് ടോയ്സും ഇതുപോലെ നമുക്ക് ഫണ്ട് സ്കൂളിന്റെ ടോയ്സ് ഒന്നും നമ്മുടെ ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ടോയ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ടോയ്സ് ഉണ്ടാക്കുന്നതും ഇതുപോലെ സിഗരറ്റ് പെട്ടിയും സിഗരറ്റ് തീപ്പെട്ടിയും ഒക്കെ വെച്ചിട്ടുള്ള ട്രെയിനുകളും, ഓരോ ട്രെയിനിന് ഓരോ പേരും, ആ ട്രെയിൻ ഓരോ മേശയുടെ അടിയിലും കസേരയുടെ അടിയിലും ഓരോ സ്റ്റേഷനും ഒക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെയായിരുന്നു അന്നത്തെ ജീവിതം. പക്ഷെ ഫൈനലി ഇതെല്ലാം കണ്ടുകൊണ്ട് രസമുണ്ടായി. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ
ഇപ്പോൾ ഓങ്കോളജി വന്നു ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹം എനിക്ക് ചിത്രം വരച്ചുകൊണ്ട് തന്നു. അതിൻ്റെ പേര് ഗംഗ എക്സ്പ്രസ് എന്നാണ്. ഒരു ട്രെയിൻ, ആ ട്രെയിനിൽ ഞാൻ ഗാർഡായിട്ട് ഒരു പച്ചക്കുടിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ട്രെയിനിന്റെ പേര് ഗംഗ എക്സ്പ്രസ്. അപ്പൊ ഓങ്കോളജിയിലോട്ട് വരാനുള്ള സാഹചര്യം? ഓങ്കോളജിയും അതുപോലെ തന്നെ എന്നുവെച്ചാല് എനിക്കിഷ്ടമുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് മെഡിസിൻ, അതായത് ഞങ്ങൾക്ക് മെഡിസിൻ സർജറി ഒക്കെ വരുമ്പോൾ മെഡിക്കൽ സൈഡായിരുന്നു. എനിക്ക് മെഡിസിൻ വേണമെന്നായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞു, MBBS കഴിഞ്ഞു. അന്ന് ആണ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കേസ് നടക്കുന്നത്. അതായത് MBBSൻ്റെ സെലക്ഷൻ, MDക്ക് സെലക്ഷൻ ആ സമയം വരെ എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മുടെ MBBSൻ്റെ മാർക്ക് വെച്ചുകൊണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാവശ്യം കുറേ പേർ കേസ് കൊടുത്തു. കാരണം കുറേ വെയിറ്റേജ് കുറേ പേർക്ക് വരും. അപ്പോൾ എൻട്രൻസ് വരുമ്പോൾ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ദിവസം ഡിലേ. അപ്പം ഞങ്ങളുടെ ബാച്ചും ഞങ്ങളുടെ മുമ്പിലത്തെ ബാച്ചും ഒക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ അത് നോർത്ത് ഇന്ത്യയിലെ എൻട്രൻസ് ഉണ്ട്, ലൈക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ അവിടെയൊക്കെ എൻട്രൻസ് ആണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കുറേ പേര് പെട്ടിയും കിടക്കുകയായിട്ട് വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ്. അത് അവിടെ പോയി എഴുതുമ്പോൾ അപ്പം ഇങ്ങനെ നടന്നു. അപ്പം അന്ന് ഇന്നത്തെ പോലെ ക്വസ്റ്റ്യൻ ബാങ്കും ഇല്ല, അന്ന് ഇന്നത്തെ പോലെ കോച്ചിങ് സെന്റേഴ്സും ഒന്നുമില്ല. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് ഹാപ്പൻഡ് ഇൻ 1979. 79 ഈ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ MBBS കഴിഞ്ഞിട്ട് എൻട്രൻസ് ഇല്ല. അപ്പോൾ 79 എൻ്റെ മാരേജ് കഴിഞ്ഞു. ചിത്രയാണ് എൻ്റെ വൈഫ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു യാത്ര. ഞങ്ങൾ കുറേ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ പഠിത്തം പോകും. പക്ഷേ എവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം കിട്ടില്ല. കാരണം എല്ലാ സ്ഥലത്തും അന്നും ആ കോളേജിൽ പഠിച്ച പിള്ളേരും ആ സ്റ്റേറ്റിലെ വളർത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് എഴുതും ഹോപ്പ്. അങ്ങനെ പഠിച്ച് അങ്ങനെ എഴുതി ഞങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി എഴുതാൻ പോയി. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എഴുതാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രയ്ക്ക് ഗൈനക്കാണ് കണ്ട്. ചിത്രയ്ക്ക് ഗൈനക്ക് കിട്ടി, എനിക്ക് മെഡിസിൻ കിട്ടിയില്ല. അപ്പം അപ്പോഴത്തേക്കും ഞാനിവിടെ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ഗവൺമെൻറ് സർവീസിൽ ജോബും കിട്ടി. ചിത്ര അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഹോസ്റ്റലിലാണ്. ഞാൻ ഇവിടെയും കോട്ടയത്ത് നിന്ന്. അപ്പം ട്രെയിനോട് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ദിവസം ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ചെല്ലും. ചിലപ്പോൾ കേരള എക്സ്പ്രസിൽ പോയി അവിടെ ചെന്നിട്ട് അടുത്ത ദിവസത്തെ ട്രെയിനിൽ അതേപോലെ തിരിച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് അവിടെ പാൻട്രിക്കാരിൽ എല്ലാവരുമായിട്ടൊക്കെ ഭയങ്കര സൗഹൃദമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പാൻട്രിക്കാരിൽ അവരോട് ഇരുന്നോളാൻ പറയാം. അപ്പം അങ്ങനത്തെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ യാത്രകളാണ്. അത് കഴിഞ്ഞ് ലോങ് ജേർണി അല്ലേ കോട്ടയം ടു ഡൽഹി എന്ന് പറയുന്നത്? ലോങ് ജേർണി എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊന്നും അല്ല. അന്ന് നമ്മൾ ഇന്ന് കയറി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉച്ചയ്ക്ക് ചെല്ലുള്ളൂ. ചിലപ്പോൾ അന്ന് രാത്രിയിലത്തെ അല്ല അടുത്ത ദിവസം രാവിലത്തെ കേരളത്തിലേക്ക് ഞാൻ അതേപോലെ തിരിച്ചു വരും. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അത്ര യാത്ര ചെയ്ത ഭാര്യനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ഭാര്യയോടുള്ള ഇഷ്ടം. പക്ഷെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴേ അടുത്ത ഒരു എൻട്രൻസിന്റെ എക്സാം വരും. അത് വരുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പം ചിത്രയ്ക്ക് MDക്ക് കിട്ടുന്നത്, MD ഗൈനക്കോളജി കിട്ടുന്നത് സഫ്ജൻ ഹോസ്പിറ്റലാണ്. നേരെ മുമ്പിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ അവിടുത്തെ അടുത്ത PG സെലക്ഷൻ വരെ 3 മാസം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴും 2 ചോയ്സ് വെക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചോയ്സ് എൻ്റെ മെഡിസിൻ ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ മലയാളികൾ അന്ന് ഈ MD റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്നുണ്ട്. മലയാളികളുണ്ട്, സുധീരൻ, ബാൽകുമാർ, ദാസൻ, അങ്ങനെയൊക്കെ. അപ്പം അവർ പറഞ്ഞു റേഡിയേഷൻ നല്ല സ്പെഷ്യാലിറ്റിയാണ്, ഓങ്കോളജിയുടെ പാർട്ടാണ്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ല, കുറേ അഡ്വാൻസ് ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ചോയ്സ് റേഡിയേഷൻ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരൊന്നുമില്ല, നല്ല വെച്ച് വേണ്ടത് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു സീറ്റേ ഉള്ളൂ. എൻട്രൻസ് എഴുതി. അത് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ MD മെഡിസിൻ കിട്ടിയില്ല, MD റേഡിയേഷൻ ഓങ്കോളജി കിട്ടി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഓങ്കോളജിയിലേക്ക് കാല് വെക്കുന്നത്. ഓങ്കോളജി കാല് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 1.5 വർഷം ഞാൻ വിചാരിച്ചു ഞാനിതൊക്കെ പഠിച്ച MBBS ഒന്നുമല്ല, ഈ റേഡിയേഷൻ മെഷീനുകള്, ഫിസിക്സ് ഒക്കെയാണ് അന്ന് പഠിക്കുന്നത്. ഞാൻ വിചാരിച്ചത് സ്ഥലം മാറിപ്പോയി. കെമിസ്ട്രി ആയി, ബയോളജി ആയി, റേഡിയേഷൻ ഫിസിക്സ് ആണ്. സാധാരണ ഫിസിക്സ് അല്ല, റേഡിയേഷൻ ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞ് പതുക്കെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ പോയി തുടങ്ങി. ദെൻ സ്റ്റാർട്ടഡ് ലൈക്ക്. അങ്ങനെയാണ് ആ ഓങ്കോളജിയിലെ ഒരു ടേസ്റ്റ് മുതലൊക്കെ വരുന്ന അവിടെ എത്തിട്ടാണ്. അപ്പോൾ അന്ന് റേഡിയേഷൻ ഓങ്കോളജി മാത്രമേ ഉള്ളൂ, സർജൻസ് ഉണ്ട്, പക്ഷേ കീമോതെറാപ്പി ഒക്കെ കൊടുക്കുന്നത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് തന്നെയാണ്. ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്
മെഡിക്കൽ ഓങ്കോളജി DM സ്റ്റാർട്ട് ചെയ്യും. അത് അടയാറാണ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാറിലാണ്. അപ്പം നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അവർ നമ്മുടെ സിലബസ് ഇതിൽ വയ്ക്കുന്നത്, പോസ്റ്റ്ഫെക്സിൽ വയ്ക്കുന്നത് MD മെഡിസിൻ അല്ലെങ്കിൽ MD റേഡിയേഷൻ. അപ്പം ഞാൻ ചെന്നു, എനിക്ക് MD റേഡിയേഷൻ ഉണ്ടല്ലോ, ചെന്നുകൊണ്ട് അന്ന് ശാന്ത മേഡാണ് ഡയറക്ടർ നടത്തി. അപ്പോൾ ശാന്ത പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് പ്രോസ്പെക്സിൽ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും MD മെഡിസിൻകാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് മെഡിസിൻ, അതുകൊണ്ട് വി വിൽ നോട്ട് ഗിവ് യു. MD അതിന് ഓങ്കോളജി ഇൻട്രസ്റ്റ്, അങ്ങനെ മെഡിക്കൽ ഓങ്കോളജി എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ യുവർ മെഡിസിൻ. ഞാൻ തിരിച്ചിവിടെ വന്ന്, അപ്പോൾ ഇവിടുത്തെ എൻട്രൻസിൻ്റെ സമയമാണ്, ഇവിടെ വന്ന് എൻട്രൻസ് എഴുതി മെഡിസിൻ കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടാമത് MD മെഡിസിൻ ജോയിൻ ചെയ്തു. ആ 2 കൊല്ലം MD മെഡിസിൻ കഴിഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ഇന്റർവ്യൂവിന് DM പഠിക്കാൻ 3 വർഷം LKG UKG ഫസ്റ്റ് പക്ഷേ MBBS കഴിഞ്ഞിട്ടുള്ള ആലോചിച്ച് കഴിഞ്ഞാല് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാല് 5 years plus MBBS, 3 years റേഡിയേഷൻ ഓങ്കോളജി, 2 years ജനറൽ മെഡിസിൻ, പിന്നെ 2 years ഓങ്കോളജി. 12 കൊല്ലം പഠിക്കുമ്പോഴാണ് നമ്മൾ അന്ന് മെഡിക്കൽ ഓങ്കോളജി ആയിട്ട് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഞാനും ചെന്നുകൊണ്ട് മാഡത്തിന് മനസ്സിലായി, മാഡം വാസ് റിമെമ്പറിങ് മീ. മാഡം പറഞ്ഞു ഐ ന്യൂ യു കം ബാക്ക്. പിന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ മാഡം സജസ്റ്റ് യു ആർ ദി റൈറ്റ് പേഴ്സൺ ടു കം ആൻഡ് ജോയിൻ. അങ്ങനെ പോയി ജോയിൻ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് 2 മെച്ചുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് മെഡിസിനും റേഡിയേഷൻ ഓങ്കോളജിയും കഴിഞ്ഞുകൊണ്ട് മെഡിക്കൽ ഓങ്കോളജി വാസ് ഓൾമോസ്റ്റ് ലൈക്ക് കേക്ക് വർക്ക് ഫോർ മീ. ബിക്കോസ് 2 നമ്മൾ പഠിച്ചതിൻ്റെ കുറേ ഭാഗങ്ങളും പിന്നെ അഡീഷണൽ ആയിട്ട് കുറേ ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് അത് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് പിന്നെ ഞാൻ ചാർട്ടറിലാക്കി. ശരിക്കും പറഞ്ഞാൽ അതിലോട്ട് ട്രാക്കിലേക്ക് നമ്മൾ ശരിക്കും തിരിയുന്ന അവിടെ വെച്ചിട്ട് അവിടെ ഒരു പരിധി വരെ അവരുടെ ട്രാക്ക് ശാന്ത മാഡത്തിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ടു മച്ച്. എന്താ വെച്ചാല് അവര് രണ്ടുപേരും വെരി റിച്ച് പീപ്പിൾ. ഇഫ് യു ടെൽ ഹോൾ ഹോസ്പിറ്റൽ അവരുടെയാണ്. പക്ഷെ ശാന്ത ഡോക്ടർ കൃഷ്ണമൂർത്തി രണ്ടുപേരും താമസിക്കുന്നത് ആ ഒരു അവരുടെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ റൂമിലാണ്. 24 hours ഓൺ ഡ്യൂട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് ഏത് കോൾ വിളിച്ചാലും അവർ ഒരു താഴെ വരും, ഇതിൽ അറ്റൻഡ്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ കാണുന്ന പോലെ പേഷ്യൻസിനോടുള്ള അറ്റാച്ച്മെൻറ്റും പേഷ്യൻസിന് ഡോക്ടറുള്ള അറ്റാച്ച്മെൻറ്റും നമ്മൾ കാണുന്ന അവിടെ വെച്ചിട്ടാണ്. അത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ഇറ്റ് ഹാസ് ടച്ച് മൈ ഹാർട്ട് ഓൾസോ. ഞാൻ ഡോക്ടറോട് അടുത്ത ചോദിക്കാൻ വരുന്നത് ഇതായിരുന്നു. എയിംസും അടിയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചിലവഴിച്ച സമയം എങ്ങനെയാണ് ഡോക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്? എയിംസിൽ വേണമെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് എന്നെ മോൾഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എനി ഓഡിയൻസ് പോസിബിൾ ആക്കും. നമ്മൾ അവിടെ അങ്ങനത്തെ ട്രെയിനിങ് ആണ്. നമ്മുടെ കേസ് പ്രസന്റേഷനും നമ്മുടെ എല്ലാം എനിവേർ യു ക്യാൻ, നമ്മൾ അവിടെ എല്ലാ ഹോൾ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യും ആൻഡ് വിത്ത് ലോട്ട് ഓഫ് റാഗിങ്സ് ആൻഡ് ഓൾ. അതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് ഒരു പക്ഷേ കിട്ടിയത് അവിടെ നിന്നാണ്. പക്ഷേ അതും ഡൽഹിയിലെ റാഗിങ് ചില്ലറയാവില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഈ പേഷ്യന്റിനുള്ള അറ്റാച്ച്മെന്റും പേഷ്യന്റ് കെയറും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രിസ്ക്രൈബിങ് ഡ്രഗ്സ് അലോൺ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അടയാർ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരുന്നത് അടയാർന്ന അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പൊ രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത്. പക്ഷെ ഈ നമുക്ക് റിയൽ മോൾഡിങ്ങിൻ്റെ ഒരു ബേസ് കിട്ടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു തന്നെയാണ്. അവിടുന്ന് പിന്നെ നമുക്ക് ഹാൻഡ്സ് ഓൺ മാത്രമല്ല, നമുക്ക് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഹൗ ടു ഡീൽ വിത്ത് പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ പലതും കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ മീൻ ഭയങ്കര മെക്കാനിക്കൽ അല്ലെന്നും ഡിഫറെന്റ് ഐ മീൻ ആംഗിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് പേഷ്യൻസിൻ്റെ ആ ലെവൽ ഓഫ് ഇതിലേക്ക് നമുക്ക് യു ഹാവ് ടു. അപ്പം നമ്മൾ അറിയാം നമുക്ക് രോഗിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു. അതായത് അതേ വേവ് ലെങ്ത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം അതേപോലെ. അപ്പം അത് ശരിക്കും ഒരു പരിധി വരെ നമുക്ക് പഠിപ്പിച്ചതും ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ പറയാം അടയാർ വെച്ചിട്ടാണ്. സോ ഡോക്ടർ അക്കാഡമിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. സോ യു വർ ട്രെയിൻഡ് ഇൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഹൗ ഡിഡ് ദാറ്റ് influence your approach towards treatment? നമുക്ക് ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റീജിയണൽ ക്യാൻസറിൽ ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് ഒരു WHO ഫെലോഷിപ്പും NCA ഫെലോഷിപ്പും കിട്ടിയിട്ടാണ് US-ലും UK-ലുമുള്ള ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പക്ഷെ അന്ന് ട്രാൻസ്പ്ലാന്റ് നമുക്ക് ഇന്നത്തെ പോലത്തെ ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇൻ ദി വെരി ഏർലി ഫേസ് ഒരു സോളിഡ് ആയിട്ടുള്ള ഇത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പതുക്കെ ഇറങ്ങുന്നത്. പക്ഷേ
അവിടെ പോയതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്, പുറത്ത് പോയി ഇങ്ങനെ കാണാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയ എന്താ അറിയോ, നമ്മുടെ ഡോക്ടേഴ്സ് ആർ മച്ച് മോർ ബെറ്റർ ദാൻ ദം, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് യുവർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റുഡൻഷിപ്പ്. നമ്മളിവിടെ പലപ്പോഴും വിചാരിക്കും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം പോയി നമ്മൾ അവർ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാറി നിൽക്കില്ലേ, അവർക്കെല്ലാവരും നമുക്ക് അങ്ങനെയല്ല. നമ്മൾ അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഞാൻ അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ലൈക്ക് അവർ DM അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമേരിക്കൻ ബോർഡ് എക്സാം, ആ നോളജോടുകൂടെ അമേരിക്കൻ ബോർഡ് എഴുതാൻ പോയ ഒരാൾ ഇവിടെ വന്നാൽ MD മെഡിസിൻ പാസ്സാവില്ല. So we are better equipped അല്ലേ? better equipped because we are directly seeing more number of patients. നമുക്ക് ഇവിടെ ഒരു പേഷ്യന്റിനെ കണ്ട് നമ്മളൊരു അവിടെ ചെല്ലുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പേഷ്യന്റ് ഒരു ഫൈൻഡിങ് ആയിട്ട് വരുമ്പം ആ ഫൈൻഡിങ് അവർക്ക് എല്ലാവർക്കും ഭയങ്കര എന്തൂസിയാസം കാണാം. ബിക്കോസ് ദേ ആർ നോട്ട് സീൻ സോ ഫാർ. നമ്മളിവിടെ ഒരു 20-30 പേഷ്യന്റ് കണ്ടു കാണും. ബിക്കോസ് നമുക്ക് അത്ര ലോഡുണ്ട് ഇവിടെ, അത്ര ലോഡുണ്ട്. ആൻഡ് ദി ഇന്ററാക്ഷൻസ് ആർ എവരിത്തിങ് ലൈക്ക് അതൊക്കെ കാണാനുള്ള ഇത്. അപ്പം നമ്മൾ 100 പേഷ്യന്റ് ഇവിടെ ദിവസം കാണുമ്പോൾ നമുക്ക് അതൊന്നുമല്ല. ഇപ്പം 5-10 പേഷ്യന്റിനുള്ളിൽ കാണാൻ പോകുന്നില്ല. ആ ഒരു അഡ്വാൻറ്റേജ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വി ഷുഡ് നോ ദാറ്റ് വേർ വി സ്റ്റാൻഡ്. ഞാൻ ഇപ്പോൾ ഒരു ഫോൺ അറ്റൻഡ് വന്നിട്ട് വേറൊരു കാര്യം കൂടിയാണ്. ആ ഫോൺ എന്താ പറയുക, അയർലൻഡിൽ നിന്നാണ്. ഞാനിവിടെ ഒരു 2015 ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ഈസ് ഇൻ അയർലൻഡ് നൗ. ഹി ഹാസ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ബയോപ്സി എടുക്കണം. ബയോപ്സി എടുക്കാനായിട്ട് ഹീസ് ട്രൈങ് ടു ഗെറ്റ് എ ഡേറ്റ് ഫോർ ദാറ്റ്. കാരണം ഒരു എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുക്കണം. എൻഡോസ്കോപ്പി ഡേറ്റ് കിട്ടിയില്ല. ആ സമയത്ത് ഹി ഈസ് നോട്ട് ഏബിൾ ടു ഈറ്റ് എനിത്തിങ് ബിക്കോസ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഓൺ IV ഫ്ലൂയിഡ്സ് ആണ്. സോ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ. വൈഫ് എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് എങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെയാണ് ഞാൻ ഇന്ന് രാവിലെ കണ്ടാൽ ഉച്ചയാകുമ്പോൾ ഞാൻ എൻഡോസ്കോപ്പി ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ സർജറി ഒരാൾ ചെയ്ത് കാണും. അത്ര ആക്സസിബിലിറ്റീസ് ഇൻ അവർ കൺട്രി. പക്ഷെ ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ, അതേസമയത്ത് ഞങ്ങൾ പലപ്പോഴും തമാശയ്ക്ക് വരാറുണ്ട്. ഇവിടെ ഒരു പേഷ്യൻറ്റ് വന്ന് 2 മണിക്കൂർ ഡോക്ടറെ കാത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഉടനെ ആളോടും ഇത്ര നേരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതേ സമയത്ത് അതേ മനുഷ്യൻ ചിലപ്പം 1 മാസം അവിടെ കാത്തിരിക്കും ഡോക്ടറെ അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്ലസ് പോയിന്റാണ്. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഇസ് വെരി ഗുഡ്. നമ്മുടെ അവർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആർ വെരി ഗുഡ്. പക്ഷെ നമുക്ക് ഒറ്റ പ്രശ്നം ഇവിടെ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. ഇപ്പോൾ ദർ വിൽ ബി ദ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ഇൻ ദി വേൾഡ്, ദർ വിൽ ബി ലോവർ മോസ്റ്റ് കോളേജ് ഇൻ ദി ഹോൾ വേൾഡ്. അവിടെ അതായിരിക്കില്ല. അവിടെ എല്ലാവരും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ദേ മെയിൻറ്റെയിൻ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ അവർ കൺട്രി. അത് നമ്മൾ ഏറ്റവും ഒരു അബദ്ധമാണ്. പക്ഷേ അതേ സമയത്ത് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളെ റീസണബിളി ഒരു ട്രെയിൻഡ് ആയി പോകുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ സംശയമില്ല. ഇതൊക്കെ നമ്മൾ അവിടുന്ന് പഠിക്കുന്നതാണ്. ഡോക്ടർ, കേരളത്തിലെ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ഓങ്കോളജി ഹൗ ഇസ് ദാറ്റ്? ബിക്കോസ് ഡോക്ടർ അത് ഫസ്റ്റ് ഹാൻഡ് കണ്ടൊരു ആളാണ്. So how is that phase? അതെ, എന്താണ് നമുക്ക് ഇവൻ ഞാൻ പറഞ്ഞു, ഞാൻ ഈ MD ഇവിടെ കഴിഞ്ഞ് MD റേഡിയേഷൻ ഓങ്കോളജിക്ക് പോകുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഓങ്കോളജി ഈസ് ബാഡ്. ഞാനിവിടെ MBBS പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണുന്നത് മുഴുവൻ രാത്രി നമ്മൾ MBBS പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹൗസ് ആൻഡ് സി പീരീഡിലെ കോള് വരും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഓങ്കോളജി വാർഡിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് സർട്ടിഫൈഡ് ഡെത്ത്. പേഷ്യൻ്റ് മരിച്ചു അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം. അവിടെ പോകുന്നതൊക്കെ കാണാം ഒരു ലൈറ്റ് ഒരു ഇതുമില്ല. ഭയങ്കര അവിടെയൊക്കെ ചെറിയ മിന്നി നിൽക്കുന്ന ബൾബുകളും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ പേഷ്യൻ്റ്. അതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റിൽ എന്തുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴത് കൺസെപ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓങ്കോളജി. പക്ഷെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന അടയാർ വെച്ചിട്ടാണ്. കാരണം അങ്ങനെയല്ലെന്നും there is much more that you can offer എന്ന് മനസ്സിലാക്കുന്ന വെച്ചിട്ടാണ്. ആ സമയം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടു. ഞാനങ്ങ് പോയെന്ന് മാത്രമല്ല, പക്ഷേ അപ്പോഴും നമുക്ക് ആ ഒരു ജനറേഷൻ മുകളിലുള്ള ആൾക്കാരുടെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ച മണ്ടത്തരാന്നാണ്. പക്ഷേ ഓങ്കോളജി പോകാൻ പാടില്ലായിരുന്നു. ഇവിടെ അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി ഒക്കെ ഭയങ്കര ലുക്രീഷ്യസ് സാധനങ്ങളാണ്. അപ്പോൾ ഈ മെഡിസിൻ കഴിഞ്ഞിട്ട് പിന്നെയും ഓങ്കോളജി പോയി പലരും പറഞ്ഞ് അവന് വട്ടാണ് പ്രാന്താണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ബിക്കോസ് അതല്ലായിരുന്നു വേണ്ടത്. ഈ ഷുഡ് ഹാവ് ഗോൺ ഫോർ വൺ ഓഫ് ദി സ്പെഷ്യാലിറ്റീസ്. പക്ഷേ റേഡിയേഷൻ കഴിഞ്ഞ് മെഡിസിൻ വരുമ്പോൾ എനിക്ക് അവിടെ കൃത്യമായിരുന്നു വാട്ട് ഐ ആം ഗോയിങ് ടു ഡു എന്നുള്ള കൃത്യമായിരുന്നു. ഡോക്ടർ, ഈ അന്നത്തെ കാലത്ത് ക്യാൻസർ വാസ് ലൈക്ക് എ ഡെത്ത് സെന്റൻസ് അല്ലേ? അതിൽ നിന്ന് നമ്മൾ പുറത്ത് ഇറ്റ്സ് പ്രോബ്ലി പെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ മരിക്കുന്ന വരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള.
but we've come a very, very long way today. ആ ഒരു ഡോക്ടർ അഗൈൻ ആ ജേർണി ഡോക്ടർ കണ്ടിട്ടുണ്ട്. ജേർണി കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ കേരള പാർട്ട് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി പാർട്ട് ഓഫ് ഇറ്റ്. അത് ഞാനെന്ന് പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ അതിന് കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ഫോർ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഞാനിപ്പോൾ പറയാറുണ്ട്, അതായത് ആ ഒരു 25 years ബാക്ക് ഞാൻ ആദ്യമേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇവിടെ കൂടിയിരിക്കുന്നതിൽ എത്ര പേര് ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് കൈവെക്കാൻ പറയും. 1-2 പേര് പൊക്കും. ചിലരൊക്കെ ഇങ്ങനെ അടുത്തെടുത്ത് നോക്കും, അടുത്തിരിക്കുന്ന ആൾക്കാർ പൊക്കുന്നുണ്ട് പൊക്കും, അങ്ങനെയൊക്കെ. ഇന്നങ്ങനെയല്ല. ഗോട്ട് എനി ഫോറം യു ക്യാൻ സീ സോ മെനി ഹാൻഡ്സ് റൈസിങ്. അപ്പോൾ അത് ആ ഒരു കൺസെപ്ച്വലി ഉള്ള ചേഞ്ച് ഉണ്ടല്ലോ, അത് ദാറ്റ് ഇസ് ദെയർ എസ്പെഷ്യലി ഫോർ ന്യൂ ജനറേഷൻ. ന്യൂ ജനറേഷൻ്റെ ആ ചേഞ്ചാണ്. അത് ഇറ്റ്സ് ത്രൂ ദി മീഡിയ, ത്രൂ ദി എഡ്യൂക്കേഷൻ പ്രോസസ് ലൈക്ക് ദിസ്. ക്ലാസ് എടുക്കാനും അതെ, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ 3 പേരും 4 പേരൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. വെറുതെ നമ്മൾ വെറും പാടത്തിൻ്റെ നടുക്കൻ നമ്മൾ ചുറ്റും ലൈറ്റ് ഇട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു നോ, ഒരു ടെമ്പററി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ഭയങ്കര വ്യത്യാസമാണ്. ഇതുപോലെ മറ്റേ തൊമ്മൻകുത്ത് എന്നുള്ള സ്ഥലം, തൊമ്മൻകുത്ത് എൻ്റെ ഓർമ്മ സ്ഥലം, ഇവിടെ അടുത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പം ഒരു പുതിയ പള്ളിയുടെ ഹാൾ അവർ തന്നതാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വല്ല ഉത്സവത്തിന് വരുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ ക്ലാസ്സിന് വരിക. ദാറ്റ് മീൻസ് ദേ വാണ്ട് ടു ഹിയർ. അപ്പോൾ അതൊരു സ്ഥലത്ത് ദേ വുഡ് നോട്ട് ഈവൻ ഹേർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്തൂസിയാസം കേൾക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ള ചേഞ്ച് ഉള്ള ചേഞ്ച് ഈസ് ഓൾസോ ഹാപ്പനിങ്. അത് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഇൻ കേരള നൗ. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കൂടുതൽ. ബട്ട് ഡോക്ടർ, ഇറ്റ്സ് ഓൾസോ സോറി ടു ഇന്റർജെക്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏർലി ഡിറ്റക്ഷൻ saves a lot of time, agony, money, all of that. എന്നാലും ഇപ്പോഴും there are people who come to you at a much later stage. അതൊക്കെ നമ്മൾ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈവൻ നൗ വി ഹാവ് നോട്ട് റീച്ച് ദി ടാർഗറ്റ്സ്. ഇന്നും അല്ല വേണ്ടത്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നത് ട്രീറ്റ്മെൻറ്റും ക്യൂറും മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ഒന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ എയർ ഡിറ്റക്ഷൻ്റെ നമുക്ക് ഒരു പ്ലാൻഡ് സ്കീമും ഇല്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇപ്പോഴും വരുന്നതിൽ മെജോറിറ്റി ആർ അഡ്വാൻസ് സ്റ്റേജ്. പക്ഷെ കേരളം കുറെ കൂടെ ബെറ്റർ ആണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ അത്രേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് വി ആർ നോട്ട് അറ്റ് ഓൾ എനിവെയർ നിയർ ദി വെസ്റ്റേൺ പോപ്പുലേഷൻ. അല്ല, ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2/3 of them are coming in a early stage. നമ്മളുടെ 1/3 ഉണ്ടാവുള്ളൂ. I read this article about BRCA1 mutation. ഇതിന്റെ അപ്പം ഇലക്റ്റീവ് ആയിട്ട് ബ്രസ്റ്റ് റിമൂവൽ സർജറി വരെ അവിടെ നമുക്ക് അതൊക്കെ നമ്മളിപ്പോൾ വി ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എസ്പെഷ്യലി യങ് ബ്രസ്റ്റ് പെൻഷൻ വരികയാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ 2 ബ്രസ്റ്റിൽ വരെ കുറേ ഇൻഡിക്കേഷൻ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ടൈപ്പ് ഓഫ് ട്യൂമറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യും, സ്ക്രീനിങ് ചെയ്യും. നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകിലായിരിക്കും. ഞാൻ മൈ പ്രിൻസിപ്പിൾ. ഞാൻ ഓവറി ഓഫ് കോഴ്സ് വിൽ റിമൂവ് അലോങ് വിത്ത് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് റിമൂവൽ യൂഷ്വലി നമ്മൾ പേഷ്യൻ്റെ ചോയ്സിന് വിടും. ബിക്കോസ് നമുക്ക് ഈവൻ ആ അഫക്റ്റഡ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ പോലും പലർക്കും പ്രയാസമാണ്. പിന്നെ ബ്രസ്റ്റിന് അഡ്വാൻറ്റേജ് but there are centers which opt for even removal of the right breast because rational ഉണ്ട്. പക്ഷെ നമുക്ക് ബ്രസ്റ്റ് കുറച്ചും കൂടെ ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമാണ്, എക്സ്റ്റേണൽ ഓർഗനും കൂടെ അതിൻ്റെ എളുപ്പമാണ്, അൺലൈക്ക് ഓവറി. സോ നമ്മൾ സാധാരണ വി ഗീവ് ദം. പക്ഷേ there are at least very few of them will say that I want to get removed. അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തോളാൻ പറയും. അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. That's all which is already accepted. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നത്തെ ഞാനിപ്പം ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് I was reading up. അപ്പം I read this particular document about this BRCA mutation. അതെല്ലാം കൂടുതലും US UK based ഉള്ള പേപ്പേഴ്സ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ റുട്ടീനായിട്ട് മേ ബി ഒരു 7 to 10 years നമ്മൾ വി ആർ ഓൾസോ ഡൂയിങ് ആണ് റുട്ടീൻ. എല്ലാം നമ്മളിപ്പോൾ പാനൽസ് കുറേ ഉണ്ട്. അപ്പോൾ തന്നെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ദിസ് ഇസ് ഇൻ ടേംസ് ഓഫ് യുവർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട് ബ്രസ്റ്റ് വേണ്ടി നോക്കുന്നതല്ലേ. നമുക്ക് ഇപ്പം ഞാനൊരു 35 കൊല്ലം മുമ്പ് പഠിച്ച ഓങ്കോളജി ഇല്ല പലതൊന്നും മണ്ടത്തരാണ്. ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റഡ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ പറഞ്ഞുതരാം. പണ്ട് ഞങ്ങൾക്ക് പഠിക്കുമ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ദിസ് ഈസ് യുവർ പ്രോട്ടോകോൾ ഫോർ ട്രീറ്റ്മെൻറ്റ്, ലങ് ക്യാൻസർ ആണെങ്കിൽ ദിസ് ഈസ് യുവർ പ്രോട്ടോകോൾ ഫോർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ ദി ഓർഗൻ ഓഫ് ഒറിജിൻ ആയിരുന്നു നമ്മുടെ പ്രോട്ടോകോൾസ് എല്ലാം. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നൗ വി നോ ദാറ്റ് ദി ബേസിക് പ്രോബ്ലം ഇൻ ദി ജീൻ മ്യൂട്ടേഷൻസ് ആണ്. അതിൽ വി കോൾ ഇറ്റ് ആസ് ഡ്രൈവർ മ്യൂട്ടേഷൻസ്. ആ ഡ്രൈവർ മ്യൂട്ടേഷൻ ആയിരിക്കും ഈ ക്യാൻസർ
പ്രോഗ്രസ് ചെയ്യാനുള്ള കാരണം. Okay. സോ ഈ ഡ്രൈവർ മ്യൂട്ടേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ടാർഗറ്റ് ആൻഡ് ഡു ദി ട്രീറ്റ്മെന്റ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റെയും വേറെ ലങ് ക്യാൻസർ പേഷ്യൻ്റെയും ടാർഗറ്റ് സെയിം ആയിരിക്കും. രണ്ട് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ടാർഗറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നൗ വി ഹാവ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് പേഴ്സണലൈസ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓരോ ഇൻഡിവിജ്വൽ ട്യൂമേഴ്സിന് നമ്മൾ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന പേഴ്സണലൈസ് ട്രീറ്റ്മെൻ്റ് ആണ്. യു കനോട്ട് ജനറലൈസ് ആൻഡ് സേ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഞാൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ലങ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് മീൻസ് യു ആർ ചേഞ്ച് ഫ്രം ദി ഓർഗൻസ് ടു ദി ഇൻട്രാസെല്ലുലർ മെറ്റീരിയൽസ് ഉള്ളതാണ്. അപ്പോൾ ആ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദി ലാസ്റ്റ് സോ മെനി ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ അന്നത്തെ പല കാര്യങ്ങളും ഇന്ന് മണ്ടത്തരമാണ്. ഇന്നത്തെ സയൻസ്. അപ്പം ഇന്നത്തെ പല കാര്യങ്ങളും 20 വർഷം കഴിയുമ്പോൾ മണ്ടത്തരമാവും. പ്രോബബ്ലി 20 വർഷം മുന്നേ ഭയങ്കര ഒരു റാഡിക്കൽ കാര്യമായിരുന്നിരിക്കും അല്ലേ? ഡോക്ടർ RCCയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് കേരളത്തിലുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് എന്താ പറയാ മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്സ് വന്നത് ഡോക്ടർ യു വർ പാർട്ട് ഓഫ് ഇറ്റ്. യെസ്, ഐ വാസ് ജസ്റ്റ് ബീയിങ് വെരി ലിറ്റിൽ മോഡസ്റ്റ് വിത്ത് യു. അപ്പം അപ്പോൾ അത് എങ്ങനെയാണ്, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അതിന് ഇൻഫാക്ട് I was working in government service in the as an assistant surgeon. കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലായി. മെഡിക്കൽ കോളേജിൽ നിന്ന് RCCയിൽ പോസ്റ്റിംഗ് കിട്ടി. RCC ജോയിൻ ചെയ്യാം. മെഡിക്കൽ ഓങ്കോളജി ഫസ്റ്റ് മെഡിക്കൽ ഓങ്കോളജി ജോയിൻ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റെപ്ലിക്കെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പം ഞാൻ മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് എൻ്റെ കൂടെ വേറെ ഡോക്ടറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വി മാനേജ് ദ ഹോൾ ഷോ. 24 hours വി ഗേവ് ദി കവറേജ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ മെഡിക്കൽ കോളേജിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ വാർഡ്സും അവരുടെ പേ വാർഡ്സും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടാകും. ഹോസ്പിറ്റൽസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ വി ഹാവ് ടു ബി ഓൺ ഡ്യൂട്ടി 24 hours. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എല്ലാം തുടങ്ങിയ സമയത്ത്. അത് കഴിഞ്ഞ് അന്ന് RCCയുടെ പുതിയ ബിൽഡിംഗ് ഒന്നുമില്ല. വി ആർ പാർട്ട് ഓഫ് മെഡിക്കൽ കോളേജ്. പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാർഡ് വാസ് ടു ബി ആസ് എ മെഡിക്കൽ ഓങ്കോളജി വാർഡ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10-12 ബെഡുള്ള ഒരു ചെറിയൊരു ICU. അത് ഞാൻ തുടങ്ങിയ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് മൈ ചൈൽഡ് when I started. അവിടെ ഞാൻ ഐ വാണ്ടഡ് ദ സെയിം വേ ലൈക്ക് വാട്ട് വാസ് ഇറ്റ്. അപ്പം അടയാർ പീഡിയാട്രിക് വാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കുട്ടികൾക്ക് വെള്ള അച്ചാറുകളെല്ലാം ഉണ്ടാവും. കുറേ ഉപ്പേരിയും പരിപ്പും എല്ലാം അങ്ങനെ വല്ല മുറുക്കൊക്കെ കാണും. കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ വി ഹാവ് ടു സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ആ വാർഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വി കുഡ് പ്ലാൻ ദി ഹോൾ തിങ്. മ്യൂസിക്. അപ്പോൾ അതിനൊക്കെ വെച്ചാൽ അന്ന് ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന കുറേ ലുക്കീമിയ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവർ അതിൽ പലരും വലിയ ഇലക്ട്രീഷ്യൻ എല്ലാം പല റേഞ്ചിലുണ്ട്. അവർ ഇതിന് വീൽ മേക്ക് ഇറ്റ്. അങ്ങനെ നമ്മൾ ആ വാർഡിൽ നമ്മൾ കംപ്ലീറ്റ് മ്യൂസിക് സിസ്റ്റംസും TV-യും ക്യാരം ബോർഡ് ചെസ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് അതൊരു പാലാട്ട് അച്ചാറുണ്ടല്ലോ, പഴയ പാലാട്ട് അച്ചാർ. അപ്പോൾ അച്ചാറ് അവർ പറഞ്ഞു റീപ്ലെനിഷ് ഫോർ ദി പേഷ്യന്റ്. അങ്ങനെ നമുക്ക് എല്ലാം രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി യൂസ് സെലിബ്രേറ്റ് എവറിത്തിങ്. ഓണം, അതുപോലെ ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം we used to I remember when I was very young, my parents had brought me there കാണാനായിട്ട്, like you know, to probably to make us realize how what is life. ആ ഒരു ഡോക്ടർ ഈ ഒരു ഇമോഷൻ തന്നെയാണോ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി തുടങ്ങുമ്പോൾ? നമുക്ക് വേറെ ഭാഗം കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല പേഷ്യന്റിന്. അത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ പേഷ്യന്റിന് ഫ്രീ കൊടുത്തു കഴിഞ്ഞാലും പേഷ്യന്റിന് എറണാകുളത്ത് ഒരു ദിവസം താമസിക്കണമെങ്കിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2500-3000 ചിലവാകും. റെന്റ്, ഫുഡ്, എവരിത്തിങ്. അപ്പോൾ നമ്മളൊരു 6 ആഴ്ചയൊക്കെ ചിലപ്പോൾ റേഡിയേഷൻ എടുക്കേണ്ട ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ റേഡിയേഷൻ മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുത്താലും 1 to 1.5 lakhs ഈസി ആയിട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ദെൻ വി തോട്ട് ദാറ്റ്. അത് മാത്രമല്ല, ഇവർ പോയി താമസിക്കുന്ന സ്ഥലം അങ്ങനത്തെ ആയിരിക്കും, ഫുഡ് അങ്ങനത്തെ ആയിരിക്കും, പിന്നെ എവറിത്തിങ് ഒരു മെസ്സാണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വി തോട്ട് ദാറ്റ് വൈ കോണ്ട് വി ട്രൈ ടു സപ്പോർട്ട് ദം. അങ്ങനെയാണ് കോച്ചിങ് ക്ലാസ്സിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് നൗ ഈസ്, അന്ന് വെൽകെയർ ആയിരുന്നു, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ്, ഒരു 50 പേഷ്യൻസിനുള്ള ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കും, വീട്ടിലുണ്ടാക്കി. അത് ഭയങ്കര തമാശ. എന്താ വെച്ചാൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക്
അവിയൽ വേണം അടുത്ത ദിവസം, ചിലപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഇത് പോലെ ഞങ്ങൾക്ക് പുളിശ്ശേരി വേണം. അപ്പോൾ ദാറ്റ് ഈസ് ബീങ് ടേക്കൻ കെയർ ഓഫ് ടു ദാറ്റ് എക്സ്റ്റെന്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊണ്ട് കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വി ഫെൽ ദാറ്റ് വി ഷുഡ് പ്രൊവൈഡ് ദം എ പ്ലേസ് ഫോർ സ്റ്റേ ഓൾസോ. അങ്ങനെയാണ് ഈ കൊച്ചു ബിൽഡിംഗ് വരുന്നത്. നൗ വി ക്യാൻ അക്കോമഡേറ്റ് സംതിങ് ലൈക്ക് 14 to 15 patients with their relatives in a very modern rooms, totally free of cost. ഒരു പൈസ ഇല്ല അവർക്ക് ഫുഡ് എവറിത്തിങ് ഇസ് ഫ്രീ. അതുപോലെ അവരുടെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വണ്ടി ഉണ്ടാകും, വണ്ടിയിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകും. അതിൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ചിലരുടെയൊക്കെ ഞങ്ങൾ തോന്നുന്ന എക്സ്പ്രഷൻ ഉണ്ട്. അത് പറയും, ചിലരെന്ന് പറയും ജീവിതത്തിൽ ഇത്ര മനസ്സമാനത്തോടെ താമസിച്ച സ്ഥലമില്ല. ബിക്കോസ് ദേ ഓൾ കം സിറ്റ് ഡൗൺ ഇൻ എ കോമൺ റൂം, അവരവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഔട്ട്ലെറ്റ് ഫോർ ദം. അത് ഭയങ്കര ഒരു ഇത് ചേഞ്ച് ആയിരുന്നു അതിൻ്റെ അകത്ത്. ആൻഡ് വി സെലിബ്രേറ്റ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 18-20 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയ എല്ലാ പേഷ്യൻസും മെജോറിറ്റി ആയിരുന്നു. ലൈക്ക് രണ്ട് പരിപാടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഒന്ന് കളിക്കൂട്ടം കുട്ടികളുടെ പ്രോഗ്രാമായിരുന്നു. കമ്മ്യൂണിയൻ വാസ് പ്രോഗ്രാം ഓഫ് ദി അഡൾട്ട്സ്, ഗെറ്റ് ടുഗദർ. അത് കഴിഞ്ഞ വർഷം തൊട്ടത് നമുക്കത് മാറി നമ്മുടെ സൗഹൃദ ഗംഗ എന്ന പേരിൽ ലൈക്ക് ദിസ് ഇയർ ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ May 17th. നമുക്കൊരു 600 to 1000 പീപ്പിൾ കം ആൻഡ് ദേ പെർഫോം. അതിൽ പാട്ട് പാടുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും. ദേ ഓൾ കം ആൻഡ് എൻജോയ് ദാറ്റ് ഡേ. അത് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ഇറ്റ്സ് എ ബിഗ് ഇവന്റ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ അത് മാത്രമല്ല, ഇവരൊക്കെ ദേ ഓൾ ഫീൽ ദാറ്റ് ഐ ബിലോങ് ടു ദം. മനസ്സിലായില്ലേ? എനിക്ക് തിരിച്ചു അതുപോലെയാണ്. ദേ ഓൾ ബിലോങ് ടു മീ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ ഫൈനലി ദി എൻഡ് പോയിന്റ് വെയർ വി ഹാവ് റീച്ച്ഡ് ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ ലൈഫ് ഹാസ് ഗോൺ ഓവർ ദി ഇയേഴ്സ്. ഡോക്ടർ, യു ഹവ് ട്രീറ്റഡ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്. ഇതിനകത്ത് കുട്ടികൾ പേഷ്യൻസ് ആയിരിക്കുമ്പം ദി ഇമോഷണൽ ജേർണി is completely different, അല്ലേ? So how do you manage that? How do you see that? അത് എങ്ങനെ ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഏറ്റവും എളുപ്പം കുട്ടികൾക്കാണ്. പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? And they get attached to you. പറയുന്നില്ല ഇപ്പം അത് അറ്റാച്ച്മെന്റ് ഈസ് ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് പലപ്പോഴും അച്ഛനും അമ്മയൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയാലും വർഷങ്ങൾ കഴിഞ്ഞ് പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറയും ഡോക്ടറെ. അപ്പം ഒന്നിട്ട് ചില ഡോക്ടറെ എന്ന് വിളിക്കും, ചില താടിയപ്പൂപ്പെന്ന് വിളിക്കും. അങ്ങനെ പല നോംസ് ഉണ്ട്. അവർ പറയും, അങ്കിൾ പറയാണ് കേൾക്കും, ഇറ്റ്സ് ട്രൂ. അപ്പോൾ നമ്മളെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോലും ബില്ലിംഗ് എല്ലാം നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മളെ വെൻ വി സ്റ്റാർട്ട് ടോക്കിങ് അവർ നമ്മളെ ഭയങ്കര ക്ലോസ് ആവും. അവർ ദേ റെഡി ടു ഡു ദാറ്റ്. അവർ വരും. അപ്പോൾ ആ ഒരു റാപ്പോ ഉണ്ട്. ആ റാപ്പോ ഈസ് നോട്ട് എൻഡിങ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് അലോൺ, ഇയേഴ്സ് ആഫ്റ്റർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാൻ, അന്ന് കുട്ടിക്കാലത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത ഒരു പെൺകുട്ടി, ഷീ ഹാസ് ഗ്രോൺ അപ്പ് ആൻഡ് വാസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് and she had an affair with a person in the same bank. അപ്പോൾ ആ മാരേജ് ഫിക്സ് ചെയ്യണം. സോ എൻ്റെ അടുത്ത് രണ്ടുപേരും കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു ഡോക്ടർ പോയി എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അപ്പോൾ കല്യാണം എല്ലാവരുടെ റോളാണത്, എല്ലാവരുടെ റോളാണ്. അതടക്കം നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇറ്റ്സ് പ്ലഷർ. ബിക്കോസ് അതുപോലെ കല്യാണത്തിന് നമ്മൾ ചെന്നാലേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയാം അച്ഛൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ താലി എടുത്ത് കൊടുക്കുന്നത് നമ്മളായിരിക്കും. they will insist that you have to do that. ജീവിതം കൊടുത്തത് ഡോക്ടറാണ്. That's the attachment which we always have with them. സോ ഞാൻ ഡോക്ടറെ പറ്റി വായിച്ചപ്പോൾ ഞാൻ കണ്ടൊരു ടേമാണ്, ഒരു ഫ്രേസാണ് സെയിൻറ്റ് വിത്ത് സ്റ്റെതസ്കോപ്പ്. ഹൗ ഡു യു വ്യൂ ദാറ്റ്? എനിക്കത് വായിച്ചപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ടു ബി സച്ച് എ വാം ഫ്രേസ്. അതിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് സെയിൻ്റായിട്ട് അങ്ങനെ മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പേഷ്യൻസ്. അവരുടെ ലൈഫും അവരെ ഇപ്പം നമുക്ക് നമ്മൾ ഈ ഇപ്പം യൂസ് കുട്ടിക്കാലത്ത് വീട്ടിൽ കൊണ്ടുവന്നു അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എല്ലാവരും കാണാൻ എന്താന്നുള്ളത് ഞാനേ ദിവസം കാണുക. വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതും അതെ വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതും വാട്ട് നമ്മളിപ്പോൾ ഈ എത്തിപ്പിടിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്ന് കയ്യിലൊതുക്കാനൊക്കെ പല സാധനങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലെന്ന് മനസ്സിലാവും. യുവർ ലൈഫ് ടേൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വെരി റിച്ച് പേഴ്സൺസ് കമ്മിങ് ഇൻ ഫോറിൻ കാർസ്, ഇതാണ് അസുഖം എന്ന് അറിഞ്ഞ നിമിഷം വരെ ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ലൈഫിന് അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ക്ലിയർ കട്ട് കൺസെപ്റ്റ്സ് വരും. ദാറ്റ്സ് വൈ യു ആർ ടേക്കൺ ദെയർ ബൈ യുവർ പാരൻസ്. ഞാനീ ദിവസം കാണുക. സോ അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് എങ്കിലും വരുമ്പോഴേ ഐ ഹാഡ് ടു ബി
ഡോക്ടർ വാട്ട് ഈസ് ദി എന്താ പറയുക, ഇപ്പം ഈ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയ ഒരു കാര്യമാണ്, what is according to you the correlation between medicine and spirituality? Very close. You have to practice medicine in the presence of spirituality. And medicine is not just giving drugs alone. Injections only. You are even talking with you now for the last 10 minutes. I think if I am in the right track, I'm going to end consoling you. And just like giving a medicine. അപ്പോൾ ആ രണ്ട് interlinked ആ. Religion അല്ല, spirituality is different. Spirituality plus even practicing medicine. I think that's definitely linked. അതിന് ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളും രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാ പോവുക. അതായത് നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് അവിടെ മരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ പോവുക. അത് നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കാം? We all believe that there is somebody above us. You start believing in that power above a lot more. ആ പവർ നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാം? നമുക്ക് ദൈവം എന്ന് പറയാം, നമുക്ക് അള്ളാന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അയ്യപ്പൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, യേശുക്രിസ്തു എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ വി ഫീൽ ദാറ്റ് ദർ ഇസ് സംബഡി ഗൈഡ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ യുവർ ട്രാക്ക് ഈസ് ഓൾസോ ഈസി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈസി എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെയൊക്കെ വിചാരം ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഓരോ പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പേഷ്യൻറ്റ് ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുത്തും. പക്ഷേ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് ചിലപ്പം അടുത്ത ദിവസം രാവിലെ അവിടെ ഉണ്ടാവില്ല. ഹി വുഡ് ഹാവ് ബീൻ നോ മോർ. ആ സമയത്ത് ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല വിചാരിച്ചൊരു പേഷ്യൻ്റ് ആണല്ലോ, ഹി വിൽ ബി കമ്മിങ് ബാക്ക് ആഫ്റ്റർ ഇയേഴ്സ്. ദെൻ യു റിയലൈസ് ദാറ്റ് അതർ ദാൻ പ്രാക്ടീസിങ് എ സയൻസ്, നമുക്ക് അമാനുഷ്യമായിട്ടുള്ള ഒരു കഴിവും ഇല്ലാതെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, തിങ്സ് ആർ വെരി ഈസി. അപ്പോൾ ഓരോ മരണവും ചിലപ്പോൾ നമ്മളെ കുറച്ച് തളർത്തും, പക്ഷേ നെക്സ്റ്റ് ഡേ യു വൈൻഡ് അപ്പ് ആൻഡ് ഗെറ്റ് അപ്പ്. അതേപോലെ ഒരു പേഷ്യൻ്റ് രക്ഷപ്പെടുമ്പോഴും നമ്മൾ യു ഡോണ്ട് ഫീൽ ദാറ്റ് യു ടോട്ടലി യുവർ ക്രെഡിറ്റ്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ആർ എ ബാലൻസ് ഡോക്ടർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു ഇപ്പോൾ എൻ്റെ 70-72 വയസ്സാകുമ്പോഴേ ഒരു ഡോക്ടർ ബാലൻസ് ഡോക്ടർ ആവുന്നത്. ഓങ്കോളജി ഫ്രം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ April 1 ഐ ജോയിൻ ഫോർ മൈ DA മെഡിക്കൽ ഓങ്കോളജി in 1987 April 1st. Wow. ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ. ഞാൻ എൻ്റെ PGSനോട് പറഞ്ഞു that's where now so many years. Doctor, one last question and I will let you go. ഞാനത് എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ ഡോക്ടർ, പേഷ്യൻസിൻ്റെ റെസിലിയൻസ് അല്ലേ, അവർ വാട്ട് ദേ ഗോ ത്രൂ ഇൻ ടേംസ് ഓഫ് മെൻ്റൽ ആഗനി, ഫിസിക്കൽ പെയിൻ, ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള അവർ പെർസീവിയർ ചെയ്ത് പെർസിസ്റ്റ് ചെയ്ത് പുറത്ത് വരുന്ന ആളുകൾ അല്ലേ, അങ്ങനത്തെ പേഷ്യൻസിൽ നിന്ന് ഡോക്ടർ എന്താണ് പഠിച്ചത്? അത് പഠിച്ചാൽ ഹൗ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന് പഠിക്കും. എന്താ അറിയോ, ഇവര് പലരും നമ്മൾ വിചാരിക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് അത് കഴിഞ്ഞ് പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പാർട്ടിയുണ്ട്. എഞ്ചിനീയറിംഗ് 3rd ഇയർ വരെ ഉണ്ടായ പാർട്ടിയാണ്. ആ സമയത്ത് അസുഖം വരുന്നത്, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, തിരിച്ചു പോയി എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈസ് ഫിനിഷിംഗ് MPhil ആൻഡ് ഡൂയിങ് എ PhD കഴിഞ്ഞു ആൻഡ് ഈസ് വർക്കിംഗ് ആസ് ആൻ അസോസിയേറ്റ് പ്രൊഫസർ യൂണിവേഴ്സിറ്റീസ്. അപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണെന്നറിയോ, ചേഞ്ച് ഇസ് ജസ്റ്റ് ഹാപ്പൻഡ് ഇൻ ഹിം. പാരൻസ് തന്നെ പറയും അവൻ ഭയങ്കര ഉഴപ്പനായിരുന്നു, പക്ഷെ നൗ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ നമ്മൾ റിയലൈസ് ദാറ്റ് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ മാളവികയ്ക്ക് തോന്നുന്നുണ്ടാവും, മാളവികയ്ക്ക് ഫോർ എക്സാമ്പിൾ ഉച്ചയ്ക്ക് ഊണ് കിട്ടിയില്ലെങ്കിൽ മാളവികയ്ക്ക് പറയും ഞാനായിരിക്കും ഈ ലോകത്തെ ഏറ്റവും ദുഃഖിക്കുന്ന വ്യക്തി, എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള അല്ല പൈസ ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഹാസ് നോട്ട് ടേക്കൺ ഫുഡ് ഫോർ ലാസ്റ്റ് 3 days ബിക്കോസ് ഇറ്റ്സ് നോട്ട് മണി. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ദുഃഖം. അപ്പോൾ നമ്മൾ പറയും നമുക്ക് മോനെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും അഫക്റ്റഡ് പേഴ്സൺ, അല്ലെങ്കിൽ മോനെ ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം, ജോലി പോയ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ, ഒന്നും അല്ല. നമ്മൾ കാണുമ്പോഴേ അടുത്ത ദിവസം രാവിലത്തെ മോനെ കൊടുക്കാനുള്ള ഇഞ്ചക്ഷന് വേണ്ടി പൈസയ്ക്ക് രാത്രി ഓടി നടക്കുന്ന അച്ഛൻ നമ്മൾ കാണും. In the grander scheme of things, our problems look very small. അപ്പോൾ നമ്മൾ എപ്പോഴും പറയില്ല, ഒരു ആ വര തൊടാതെ ക്യാൻ യു മേക്ക് ഇറ്റ് സ്മോളർ എന്ന് ചോദിക്കും. കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയോ, തൊട്ടപ്പുറത്ത് വലിയൊരു വര വരയ്ക്കാൻ പറയും. സോ ദിസ് ബിക്കം സ്മോളർ. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ദുഃഖങ്ങളെ ചെറുതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പുറത്തൊരാളുടെ ദുഃഖം കാണുമ്പോഴേ ആ ദുഃഖം നമുക്ക് if you can equate with your, then you don't have any problem. That is how it goes.
ഡോക്ടർ ശരിക്കും പറഞ്ഞ എനിക്കിനി ഒരു മണിക്കൂറും കൂടി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. But since I don't want to keep you any longer, thank you so much, Doctor. I really appreciate the time you spent with us. Thank you for being on Walk With Me. Thank you.